കിണ്ണം പടം എന്ന് പറയാം, കിണ്ണം പടം. ഒരു മാരി സെൽവരാജ് പടം എന്ന് പറയുമ്പോൾ അതൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അത് അങ്ങനെ കൃത്യമായിട്ട് സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട്. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ് ഈ പടം. എന്താ പറയാ, നമ്മുടെ മാരി സെൽവരാജ് എന്ന് പറയുന്നത് നമ്മുടെ മാവനായാലും ശരി, കർണനായാലും ശരി, വേറെ ലെവൽ. ഒരേ സമയം ഇമോഷണൽ ആണ്. തിയേറ്ററിൽ നമ്മള് ഗൂസ് ബംസ് എന്ന് പറയത്തില്ല, അങ്ങനെ ഒരുപാട് മൊമെന്റ്. ധ്രുവിന്റെ ഒക്കെ പെർഫോമൻസ് ഗംഭീരം. ധ്രുവൻ എന്നൊരു ആക്ടറിനെ പുള്ളിക്കാരൻ നല്ലൊരു ഡയറക്ടറുടെ കൈ കിട്ടി എങ്ങനെ ഒരു ആക്ടറെ മോൾഡ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ ഇപ്പൊ കുറച്ചു മുമ്പേ ലാൽ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാൽ സാറിനെ പോലുള്ള ആർട്ടിസ്റ്റ് മാരിസൺ സാറിനെ അടുത്ത് പോയിട്ട് ഇനി അടുത്ത പടം വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് അത് ഉണ്ടായത് ബ്രാൻഡാണ്. ചില ബ്രാൻഡുകൾ അങ്ങനെ ഉള്ളൂ. അപ്പം വിശ്വസിച്ച് മാരി സെൽവരാജ് പടം ബൈസൺ ഇങ്ങനെ തിയേറ്ററിൽ ഇറങ്ങിപ്പോയി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന 100% വേർത്ത് ആയിട്ടൊരു പടമാണ് ബൈസൺ. നിങ്ങൾ തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ജഗതി സാറിന്റെ ഭയങ്കര വലിയ ഫാനാണ് ഞാൻ. അപ്പോ സാറിന്റെ പെർഫോമൻസ് എപ്പോ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സോ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കുറച്ച് ഹെവിയാണ് നമുക്ക് ക്ലൈമാക്സിലേക്ക് നമ്മൾ ശരിക്കും എമോഷണലി ആ ഒരു മൂഡിലേക്ക് കൊണ്ട് നമ്മളെല്ലാം മറന്നിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ്. കാര്യം ആ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ ബ്യൂട്ടിഫുൾ ആയി. നല്ലൊരു എമോഷണലായിട്ട് നല്ലൊരു മൂഡാണ് ആക്ച്വലി. ധ്രുവിന്റെ ഒരു കോച്ചിന്റെ വേഷം ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ഇവിടെ വേറെ സിനിമ കുടുങ്ങിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു വിഷമം ഒഴിച്ച് ബാക്കി ഏറ്റവും മനോഹരമായ ഒരു സിനിമയും നല്ല അനുഭവമായിരുന്നു. ഞാൻ ചെന്നൈയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം കഥകളൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും തന്നെയാണ്. അത് സിനിമാറ്റിക് ആയിട്ട് എടുത്തു തരാൻ മാരി സെൽവരാജിനെ പോലുള്ള ആൾക്കേ കഴിയുള്ളൂ. അത് അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തു. തമിഴ്നാട്ടിൽ ജനിച്ചു അവിടുത്തെ രാഷ്ട്രീയത്തെ കണ്ടു വളർന്ന ഒരാളുടെ അപ്പൊ ഇത് ശരിക്കും അത് എൻഗേജിനെ നമ്മൾ പിടിച്ചിരുത്താനൊക്കെ ഓർത്തു. തീർച്ചയായിട്ടും അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. മാരി സെൽവരാജ് ഇത്ര ചെറിയ പ്രായത്തിൽ അനുഭവിച്ചിട്ടുള്ള ഓരോ കഥകളാണ് അയാൾ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിലൊക്കെ തന്നെ എന്നും ഉണ്ടായിരിക്കും. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. സിനിമയെ കാണുമ്പോൾ കൂടുതലായിട്ട് എനിക്ക് ഇമോഷണലായിട്ട് കണക്ട് ആവുന്ന സബ്ജക്റ്റാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പടം കാണാൻ ഇത്രയും ലേറ്റ് ആയി പോയതിന്റെ ഒരു വിഷമത്തിരിക്കുകയാണ്. കാരണം എന്തൊരു പെർഫോമൻസ് ആണ്, പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള് സിനിമകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കാണുന്ന പ്രേക്ഷകരാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ധ്രുവിക്രത്തിന്റെ പെർഫോമൻസ് ആണെങ്കിലും പശുപതി സാറ്, ലാല് എന്ന് ആരെ എടുത്തു പറയണേ നമുക്കറിയില്ല. രജിഷയുടെ ക്യാരക്ടർ ആണെങ്കിലും ശരി, അനുപമയുടെ ക്യാരക്ടർ ആണെങ്കിലും ഓരോ വ്യക്തികളും ആ സിനിമയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആ സീനിൽ ഒരു സീക്വൻസിൽ വന്ന ഒരു നായക്കുട്ടി വരെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തെന്ന് പറയാം. ഇമാതിരി മേക്കിങ് എന്തൊരു ഫീലാണെന്നറിയാം. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് മുകളിലേക്ക് പോകാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ശരിക്കും ഒരു പ്രചോദനമാണ്. അത് എങ്ങനെ പോകണം, ആ സിനിമ പറയുന്ന തീം വേറാണ്. നമ്മൾ പുറമേന്ന് കണ്ട് മനസ്സിലാക്കുന്ന ഒരു തീമല്ല സിനിമ സംസാരിക്കുന്നത്. അപ്പൊ അത് സംസാരിക്കുന്നത് എന്താണോ അത് അത്ര ആൾക്കാരിലേക്ക് എത്തിക്കാൻ ആ ഡയറക്ടർ മാരി സെൽവരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കണ്ട് മനസ്സറിഞ്ഞ് കുടുംബ ബന്ധങ്ങളുടെ എല്ലാ പവിത്രത ആ സിനിമയെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട്. ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ധ്രുവ് എന്ന് പറയുന്ന ഒരാളാണ് ആ സിനിമ അഭിനയിച്ചെന്ന് പോലും നമുക്ക് കുറച്ച് ഫീൽ ചെയ്യില്ല. ആ സിനിമ ക്യാരക്ടറുമായിട്ട് അത്രയും ഇടകലർന്നു പോകുന്ന ഒരു ക്യാരക്ടർ പുള്ളി ചെയ്തിരിക്കുന്ന. ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറുകളിൽ നിന്ന് തികച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്പിയറൻസ് പഠിക്കാൻ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഫേസിൽ നമ്മള് ഇപ്പൊ വിക്രത്തിന്റെ മകനാണെന്ന് ഉള്ളൊരു സാധനം വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ എന്നാലും ആ ക്യാരക്ടർ പിടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള അപ്പിയറൻസ് വളരെ നന്നായിട്ടുണ്ട്. ചലഞ്ചിങ് ആയിട്ടുള്ള വേഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ എടുത്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മള് ജയ്ബീം പോലുള്ള നല്ല നല്ല സിനിമകൾ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ സിനിമയും തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്നാണ് നമ്മളെ ഈ കണ്ട ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്.